11 12 13 14 15 16 അയ്യോ കടവുളെ മുരുക മുരുക കാപ്പാത്ത് അമലു അമലു என்னாச்சு இது வந்துட்டேதா അമലു உங்களுக்கு என்னாச்சு கீழே பாருடி கீழே பாரா பார்த்தது போதும் எடுத்து சுத்த ஐயே உங்களுக்கு கொஞ்சம் கூட வெக்கமே கிடையாது எடுத்து சுத்த வேண்டியதானே அதுக்கு மேல சிரிப்பு ஐயோ அது எப்படி சுத்த முடியும் நீ தானே சொன்ன 50 வாட்டி சுத்தணும் இப்ப 21 ஆச்சு பேலன்ஸ் 30 சரி சரி எனக்கு அடுப்படியில வேலை இருக்கு நல்லா எக்சர்சைஸ் பண்ணுங்க சரி 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 நீ போடி அவ்வளவு ஐயோ ஐயோ கடவுளே என்னாச்சு கடவுளுக்கல்லடி எனக்கு ஆச்சது இப்ப எவ்வளவு ஆச்சு என்ன இப்ப எவ்வளவு ஆச்சு உங்க அப்பா விட்டுகளு സൂര്യനാരായണ അയ്യർ LIC ഏജന്റ് 5 ലക്ഷத்துக்கு LIC நான் வெச்சிட்டு வருவேன் பாரு ஆஹா அத்தா சாயங்காலம் சீக்கிரமா வந்துருங்க எனக்கு அம்மாவை பார்க்க போணும் நீ முதல்ல கேட் க்ளோஸ் பண்ணுங்க நம்ம ஜாதி தவிர யாரு வந்தாலும் உள்ள கூப்பிட வேண்டாம் எல்லாம் திருட்டு ஜாதிங்க அப்ப நான் போய் வரட்டுமா டாடா 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 நீ உள்ள போ டாட்டி மாட்டிக்க வேண்டாம் போ உள்ள போ மதி மதி போ எங்க போச்சு எங்க போய் தொலைக்கட்டும் ഹലോ ആരാ സംസാരിക്കുന്നത് ഞാൻ റോസ്മേരിയാണ് റോസ്മേരി ഏത് റോസ്മേരി നിങ്ങൾക്ക് ഏത് നമ്പറാ വേണ്ടത് 72496 സോറി റോങ് നമ്പർ ചായ ഹലോ ഹലോ 72496 അല്ലേ അല്ല 495 ഡയൽ ചെയ്ത് നിങ്ങൾക്ക് എന്താ വേണ്ടത് മിസ്റ്റർ ആരാ മോളെ കുറെ പ്രാവശ്യമായി ഒരുത്തൻ റോങ് നമ്പർ ആണെന്നും പറഞ്ഞ് ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇങ്ങോട്ട് കൊണ്ട ആരുടെ നാറി നീ നിന്റെ നാവറിക്ക് പോയടാ പട്ടി അഹമ്മദ് കുട്ടിയോ ഉണ്ടല്ലോ കൊടുക്കാം നിനക്ക് പഠിച്ചാൽ അമ്മായിരിക്കും ബോംബെന്നാണ് അമ്മായി അഹമ്മദ് കുട്ടി സ്പീക്കിംഗ് അഹമ്മദ് കുട്ടിയെ നിന്റെ അമ്മേരെ കെട്ടിയോൻ നിന്റെ അച്ഛന്റെ കെട്ടിയോള് പന്നി ആരാ നീ നിന്റെ അച്ഛന്റെ അച്ഛൻ പോണ നായിന്റെ മോനെ ഓടി നായിന്റെ മോളെ പോണ മരമാക്രി ഓടി മരപ്പട്ടി ചായ കുടിച്ചോ അമ്മായി എന്ത് പറഞ്ഞു ഒന്നുമില്ല ഇവനെ ഞാനിന്ന് ശരിയാക്കുന്നുണ്ട് അരപ്പാളി നിനക്ക് കിട്ടിയതൊന്നും പോരല്ലടാ അയ്യോട് ചാക്കോ നീയാണോ എടാ അതെ ഏതോ ഒരു എരണം കെട്ടവൻ കുറെ നേരമായിട്ട് മേരിമോളെ വിളിച്ച് ശല്യം ചെയ്യുന്നു ഞാൻ വിചാരിച്ച അവനാണെന്ന് എന്നാലും ആൺകുട്ടിയായിട്ട് നീ ഒരുത്തനല്ലോ ഉള്ള എനിക്ക് നീ അമ്മച്ചി മറന്നു കളഞ്ഞല്ലോടാ നീ ജയിലിലായിരുന്നോ 9 കൊല്ലയോ എന്നാലേ 10ാമത്തെ എരപ്പാളി തന്നെ ആയിക്കോട്ടെ ശരി ശരി വെക്കട്ടാ ആര് വല്ലമ്മച്ചി എടി മോളെ നാളെ ചാക്കോച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് 9 എണ്ണം നടത്തിയിട്ടാ വരുന്നത് എന്തോന്ന് കൊല അത് വല്ല ആടിനെയോ മാടിനെയോ ആയിരിക്കും അല്ല നീ എവിടേക്കാ കളക്ഷൻസിലേക്ക് കാസറ്റ് മാറ്റണം നീ ഈ സിനിമയും കണ്ടു നടന്നു അവസാനം പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ നിന്റെ അപ്പനും അമ്മയും സിംഗപ്പൂരിൽ ഇരുന്നോണ്ട് എന്നെ വെടിവെച്ച് കൊല്ലും മോളെ നീ വരുമ്പളേ നല്ലൊരു കാളരെ തൊട വാങ്ങിച്ചോ നിന്റെ അപ്പച്ചൻ ചോദിച്ചിരിക്കാനേ വല്യമ്മിച്ച് തടിക്ക് വല്ല കോട്ടം പറ്റിയിട്ടുണ്ടോന്ന് എന്റെ പുന്നാര
വല്യമ്മച്ചി പേടിക്കണ്ട. വല്യമ്മച്ചിക്ക് കാളത്തോടെ തിന്നാലേ BP കൂടും. അയ്യോ നല്ല ഒന്നാം തരം അമൂൽ സ്പ്രേ വാങ്ങിത്തരാം. അയ്യോ ഇങ്ങനെ ഒരു ഇറച്ചിയുള്ള കാര്യം ഇതുവരെ വല്യമ്മച്ചിക്ക് മനസ്സിലായില്ലല്ലോ മോളെ. മോളെ ഉം? നീ കാണാൻ കൊള്ളാവുന്ന പടം എടുത്തോണ്ട് വാ. ഇംഗ്ലീഷ് ആയാലേ ഈ വല്യമ്മച്ചിക്ക് മനസ്സിലാവുള്ളൂ. ആ കൊണ്ടുവരും. പുറപ്പെട്ടു പോയാ വലിയ അപ്പച്ചൻ തിരിച്ചു വരുമ്പോ. എടി പെണ്ണെ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതിയാന്റെ കാര്യം മിണ്ടി പോകരുതെന്ന്. വേറെ പെണ്ണ് കെട്ടിയെങ്കിലും ഇപ്പോഴും എന്നെ കുറിച്ചായിരിക്കും ഓർക്കുന്നത്. നാറിയാണെങ്കിലും നല്ലവനായിരുന്നേ. ഓ അതിയാന്റെ കാര്യം ഓർത്തപ്പോ ഇവിടെ ഒരു നീറ്റല്. മോളെ ലേശം കാളക്കറി കൂട്ടി ഇച്ചിരി പഴകഞ്ഞു കുടിച്ചിട്ട് വരാം. എന്റെ ഈശോയെ, അതിയാന്റെ കാര്യം പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? யாரு நீ? என்ன வேணும்? ഞാൻ LIC ഏജന്റ്. LIC ഏജന്റാ? LIC ഏജന്റ് വീട്ടില് ഇനി ഒരു LIC ഏജന്റാ? പറവായില്ലേ? അല്ല ചേട്ടാ, ഞാൻ ആഹാ, മലയാളിയാണോ? എന്താ കാര്യം? ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിമ നല്ല ഐശ്വര്യമുണ്ട്. എവിടുന്ന് വാങ്ങിയതാ? പഴനിന്ന്. ഞാൻ ഇതുപോലെ ഒരെണ്ണം വാങ്ങാൻ വേണ്ടി ഒരുപാട് നാളായി നടക്കുന്നു. ഞാനും ഒരു മുരുക ഭക്തനാണ്. അതെയോ? ഞാൻ ബാലസുബ്രഹ്മണ്യം, ബിസിനസ്സാണ്. ചേട്ടൻ? ചേട്ടനല്ല, സാറ്. LIC ഏജന്റ് സൂര്യനാരായണ അയ്യർ. സാറാണോ LIC ഏജന്റ് സൂര്യനാരായണ അയ്യർ? ചേട്ടൻ അല്ല സാറ് കോടിപതിയായോ? ഇല്ല, ശ്രമിക്കുന്നുണ്ട്. ഒരു ചെറിയ കുറവുണ്ട്. 35 lakhsന്റെ. ഒരു 5 lakhsന്റെ പോളിസി ഞാൻ എടുക്കാം. ഈശ്വരാ, എന്ത് പറ്റി? ഒന്നുമില്ല. കമലോ, വാ അകത്തിരിക്കാം. അകത്ത് ഫാൻ ഉണ്ടല്ലോ. എന്തിനാ വെറുതെ? കമലോ, സ്ട്രോങ് ആയിട്ട് രണ്ട് കാപ്പിയെട്. ഇരിക്കും. അയ്യോ, അത് ടീപ്പോയി. ഐ എം സോറി. എത്ര ലക്ഷത്തിന്റെ വേണ്ടേന്ന് പറഞ്ഞത്? 5 ലക്ഷം. അപ്പൊ നീ 30 കോടിപതിയായിട്ട് ചത്താ മതി. സാറിന്റെ നാള് പുണർന്നാണോ? സാറല്ല, ചേട്ടൻ. എന്റെ നാള് പുണർന്നാണെന്ന് എങ്ങനെ മനസ്സിലായി? തോന്നി. ഈ നാളുകാരെ കാണാൻ നല്ല ഐശ്വര്യമായിരിക്കും ചേട്ടനെ പോലെ. എന്നെ ഇങ്ങനെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാട്ടാ. അതെന്താ? എന്താന്ന് അറിയില്ല. നിങ്ങൾക്കോ? എനിക്കിഷ്ടാ. എനിക്കും കുറേശ്ശെ ഇഷ്ടാ. ചേട്ടന്റെ മോളാണല്ലേ? നോ, ഷീ ഈസ് മൈ വൈഫ്. എന്റെ ഭാര്യയാണ്. ഐ എം സോറി ചേട്ടാ. ഞാൻ ഓക്കെ. വൺ സെക്കൻഡ്. സത്യത്തിൽ മോളാണെന്നേ പറയൂ. ആ മുഖലക്ഷണം കണ്ടാൽ അങ്ങനെ തോന്നും. മകൻ പിറന്ന മങ്കയാണല്ലേ? എന്താ പേര്? എന്റെ പേര് കമലാലക്ഷ്മി എന്നാണ്. അത്താൻ കമലു എന്ന് വിളിക്കും. കമലു, സ്വീറ്റ് നെയിം. എനിക്കും കമലു എന്ന് വിളിക്കുന്ന ഇഷ്ടം. അങ്ങനെ വിളിച്ചോട്ടെ. അല്ല, മൗനം സമ്മതമാണെന്നാണല്ലോ പണ്ടത്തെ ആൾക്കാർ പറയുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അത് അടുപ്പിൽ ചുടുവേ. ഞാൻ പിന്നെ പറയാം. മനിതിന് നിമ്മതിയെ കിടയാത്. എപ്പ പാത്താലും അയ്യൻ ഇരിക്ക. അയ്യൻ പിന്നെ നിരിക്കലാണ് ഇവിടെ നിക്ക. എന്നാ ഞാൻ അല്ല, ഇറങ്ങട്ടെ. പോളിസിയുടെ 5 ലക്ഷം എടുക്കാം. പക്ഷെ ഇന്ന് നല്ല ദിവസമല്ല, നാളെ എടുക്കാം. എനിക്ക് ഈ കാര്യത്തിലൊക്കെ വലിയ വിശ്വാസമാണ്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു വിശ്വാസമില്ല. അല്ലേ കമലു? അതെ. അതേന്ന്. എനിക്ക് വലിയ വിശ്വാസമാണ്. അപ്പൊ നാളെ കാണാം. ശരി. നാളെ കാണാം. നാളെ വരില്ലേ? നാളെ വരണേ. அல்ல கமலு, பாக்குறதுக்கு வயசு ரொம்ப ஜாஸ்தி இருக்கா? உங்ககிட்ட 1000 தடவைக்கு மேல சொல்லியிருக்கேன் டை யூஸ் பண்ணுங்க. சொன்ன பேச்சு கேட்க மாட்டேனே. 1000 வாட்டி சொல்லல, 5-6 வாட்டி சொல்லிருக்கேன். சும்மா இருங்க. பாரு, இன்னைக்கு சாயங்காலம் ஒரு பெரிய டப்பா டை வாங்கிட்டு வருவேன். பெரிய டப்பா? அப்போ சரியாகும்ல? சரி. இல்ல, இன்னைக்கு கொண்டு வந்து நாளை பூசா போறே. இன்னும் பூசலாம்.